ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫാത്തീസ് ലൈഫ്. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ. മഞ്ചേരി ആനക്കയത്താണ് കല്യാണം. അപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളും കൂടി പോവാണ്. ഫിറൂറേമോളും ഫിയമോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. 3 മാംഗോയും 2 പൈനാപ്പിളും. ഇറ്റങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് പൈനാപ്പിളാണ്. 2 വാങ്ങല്ലേ? അതൊന്നും തരൂല. പൈനാപ്പിളും 4 പൈനാപ്പിളേ ഒരു വാങ്ങാം. അങ്ങനെ നമ്മളെ കനോലിയിലെത്തിയ സമയത്ത് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിട്ടോ. അപ്പോൾ 4 പൈനാപ്പിളും 1 മാങ്ങയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ പൈനാപ്പിളും മാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിലതൊന്നും അങ്ങനെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തിന്ന പാകത്ത് പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ മഞ്ചേരി എത്തിയ സമയത്ത് പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. മഞ്ചേരി കഴിഞ്ഞിട്ടാണ് ഈ ഓഡിറ്റോറിയം ഉള്ളത്. അപ്പോൾ മഞ്ചേരി എത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ അത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പം നല്ല വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മൾ മടങ്ങി വരുന്ന സമയത്ത് മക്കൾക്ക് ചിപ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കപ്പ പൊരിച്ചതും പിന്നെ അതേപോലെ തന്നെ ഫിയമോക്ക് ശർക്കരപ്പേരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോടുള്ള അടിപൊളിയായിട്ടുള്ള പൊരികൾ തന്നെയായിരുന്നു കേട്ടോ. അവിടെ സ്നാക്സ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ നേരെ മാളിൽ പോവാണ് കേട്ടോ. ഫിയമോള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാളിൽ പോകണം, പാർക്കിൽ പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ മാളിക്ക് വന്ന് മഞ്ചേരിയിൽ ഇന്ത്യൻ മാളിക്ക് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ നേരെ ഹൈലൈറ്റ് മാളല്ല, ഇന്ത്യൻ മാളിൻ്റെ നേരെ 4th ഫ്ലോർ കട്ട വന്നത്. അപ്പോൾ അവിടെ ഫുൾ തിയേറ്റർ മാത്രമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് താഴത്തേക്ക് ഇറങ്ങാണ്. ഇവിടെ ഗെയിംസൊക്കെയാണ് കേട്ടോ ഫുള്ള്. ഇവിടെ അതിൻ്റെ കാർഡ് ഉണ്ടായിട്ട് എടുത്ത് ഉണ്ടോ? അതിൽ പൈസ ഉണ്ടാക്കി ഫിറൂൻ്റെ അടുത്ത് കൊടുത്ത കാർഡ് ഉണ്ട് കേട്ടോ. എന്നൊക്കെ ആ വണ്ടിയിൽ കയറണം. ഇവിടെയാ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിട്ടോ. ഏതാ വേണ്ടേ പറഞ്ഞു. ഗ്രീനാ? ഒന്നുള്ളൂ തരിക. ഒന്ന് കൊടുക്ക്. ഇനി ഒന്ന് ഇപ്പൊ നിങ്ങൾക്കാണോ? അതൊക്കെ 20-ൻ്റെയാണ്, ഇതൊക്കെ 20-ൻ്റെയാണ്. ഇത് മതി, എനിക്കിത് മതി. അതാ ബേബി ഐസ് കഴിക്കണേ. ഒക്കെ സ്ട്രോബെറി മതിയായിരുന്നേ. പിന്നെ പിസ്ത വേണം. ഒക്കെ 2 വേണം അല്ലേ? ഏതാ ടേസ്റ്റ്?
സ്ട്രോബെറി രസമില്ല? രസമുണ്ടോ? എന്നിട്ട് എന്താ കഴിക്കാഞ്ഞ്? സ്ട്രോബെറി ആണത്. ഇത് രസമല്ല അറിഞ്ഞോടത്തില്ലേ? ആ സ്ട്രോബെറി അപ്പി, അത് രസമല്ല. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കുൽഫി ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് 20 ഉറുപ്പ്യൻ്റെ ഒരു ഐസ് കഴിച്ചു. ബേബി അതാ ഇത് ടേസ്റ്റ് ഇല്ലായിരുന്നു. വീണ്ടും സ്ട്രോബെറി. എങ്ങനെയുണ്ട് സ്ട്രോബെറി? ഇപ്പം ഞങ്ങളത് ഐസൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികൾ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാട്ടോ. അത്യാവശ്യം ഒന്ന് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം കാർഡുണ്ടോ നോക്കട്ടെ. ഒരു കാർഡ് തപ്പാണ്. കാർഡ് അങ്ങനെ അതാ ഞങ്ങൾ നേരെ കുഞ്ഞാക്കാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. നമ്മളെ ഫേ ബേബി നല്ല ഉറക്കമാണ്. അപ്പോൾ അതാ നല്ല ഉറക്കമാണ് ഫേ ബേബി. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.